ഹലോ വെൽക്കം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് തന്നെ ഈ ഒരു ക്ലാസ് കാണുക എന്ന് തന്നെയാണ് എല്ലാ ക്ലാസ്സിലെയും പോലെ ഈ ക്ലാസ്സിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ 7ാമത്തെ ക്ലാസ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ 7ാമത്തെ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അറ്റ് ദ ടൈം ഓഫ് സ്പോട്ട് വെൽഡിംഗ് ദ പ്രഷർ ബിറ്റ്വീൻ ഇലക്ട്രോഡ് ഈസ് അപ്ലൈഡ് ത്രൂ. അപ്പോൾ സ്പോട്ട് വെൽഡിങ്ങിനെ പറ്റിയിട്ട് കഴിഞ്ഞ എക്സ്പ്ലനേഷനുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് സ്പോട്ട് വെൽഡിംഗ് എന്നുള്ളത്? അവിടെ എന്താണ് ഈ പ്രഷർ ബിറ്റ്വീൻ ഇലക്ട്രോഡ് ഈസ് അപ്ലൈഡ് ത്രൂ അതെന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ലിവർ ആൻഡ് ഹൈഡ്രോളിക് പ്രസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് സ്പോട്ട് വെൽഡിംഗ് ദ പ്രഷർ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് അപ്ലൈഡ് ത്രൂ ദീസ് മെക്കാനിസം ഫുഡ് ലിവർ ആൻഡ് ഹൈഡ്രോളിക് പ്രസ് ദീസ് മെക്കാനിസം ഇൻഷുർ കൺസിസ്റ്റ് പ്രഷർ ഫോർ പ്രോപ്പർ വെൽഡിങ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫോർ ലോങ് ആർക്ക് ലെങ്ത് ഇസ് ദ കോസ് ഫോർ ലോങ് ആർക്ക് ലെങ്ത് ഇസ് ദ കോസ് ഓഫ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു പേജ് നമ്പറിൽ പേജ് നമ്പർ 49, 50 കൊടുത്തിട്ടുണ്ട്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, എത്രത്തോളം ഉണ്ട് എന്നും മീഡിയം ഓരോന്നിനെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കറക്റ്റ് ആർക്ക് ലെങ്ത് ഫോർ നോർമൽ ആർക്ക് ലെങ്ത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ ഡയമീറ്റർ ഇലക്ട്രോഡ്. അതുപോലെ ഓരോന്നിനെ പറ്റിയിട്ടും എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ആർക്ക് ലെങ്ത് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോസിങ്സ് എന്തൊക്കെയാണ്? ഇറ്റ് മേക്ക് എ ഹമ്മിങ് സൗണ്ട്, കോസിങ് അൺസ്റ്റേബിൾ ആർക്ക്, ഓക്സിഡേഷൻ വെൽഡ് മെറ്റൽ, പുവർ സർഫസ് പെനട്രേഷൻ, പുവർ കൺട്രോൾ ഓഫ് മോൾട്ടൺ മെറ്റൽ, മോർ സ്പാറ്റേഴ്സ് ഇൻഡിക്കേറ്റിംഗ് വേസ്റ്റേജ് ഇലക്ട്രോഡ് മെറ്റൽ. അപ്പോൾ ഷോർട്ട് ആർക്ക് ടു മേക്ക് പോപ്പിംഗ് സൗണ്ട്, കോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നോർമൽ ആർക്ക് ലെങ്ത് അതിനുള്ള കോസിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആർക്ക് ലെങ്ത് ഈസ് ദ കോസ് ഫോർ. അപ്പോൾ ലോങ് ആർക്ക് ലെങ്ത് ഈസ് ദ കോസ് ഓഫ് ലോങ് ആർക്ക് ലെങ്ത് കാരണം നമുക്ക് എക്സസ് പാറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് ആർക്ക് ലെങ്തിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്ക്. ലോങ് ആർക്ക് ലെങ്ത് അൺസ്റ്റേബിൾ ആർക്ക്, ഓക്സിഡേഷൻ ഓഫ് വെൽഡ് മെറ്റൽ, പുവർ ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ, പുവർ കൺട്രോൾ ഓഫ് മോൾട്ടൺ മെറ്റൽ, മോർ സ്പാറ്റേഴ്സ് ഇൻഡിക്കേറ്റിംഗ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രോഡ് മെറ്റൽ. അപ്പോൾ ഇതിനകത്തുള്ള ഒരുവിധം ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ലോങ് ആർക്ക് ലെങ്ത് ഇസ് കോസ് ഫോർ എക്സസ് പാറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫ്യൂഷനും വരുന്നുണ്ട്. ദെൻ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒഴിവാക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 114. In gas tungsten arc welding process, the current range for a 4 mm diameter electrode is dash amps. അപ്പം ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിന് ദ കറണ്ട് റേഞ്ച് ഫോർ 4 mm ഡയമീറ്റർ ഇലക്ട്രോഡ് ഈസ് ഡാഷ് ആംസ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് ദ കറണ്ട് റേഞ്ച് ഫോർ 4 mm ഡയമീറ്റർ ഇലക്ട്രോഡ് 100 to 200 mm ആംസ്. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ടങ്സ്റ്റൺ ഇലക്ട്രിക് ഗ്യാസ് വെൽഡിംഗ് ആൻഡ് ഫാറ്റിഗ്. ഇൻ ദിസ് വെൽഡിംഗ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോഡ് കണ്ടെയ്ൻ 1 to 2% thorium oxide mixed along with the core tungstens. In gas tungsten arc welding, power source used are always constant current type. Both DC AC can be used. The pure tungsten carry less current. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇൻ ആൻ ഇലക്ട്രിക് ബീം വെൽഡിങ് ദ വർക്ക് ഈസ് മെൽറ്റഡ് ബൈ ഇലക്ട്രോണിക് ബീം വെൽഡിങ്ങിൽ വർക്ക് മെൽറ്റ് ചെയ്യുന്നത് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ വെച്ചിട്ടാണോ, ബീം ഓഫ് ഹീറ്റ് വെച്ചിട്ടാണോ, എന്ത് വെച്ചിട്ടാണ്? In electronic beam welding, the work is melted by high velocity electrons. Electron beam welding. In electron beam welding, the heat source for melting the joint is focused beam high velocity electrons. അപ്പോൾ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഒരു ആധുനിക വെൽഡിംഗ് സാങ്കേതിക വിദ്യയാണ്. ഇതിൽ ജോയിന്റ് ഒരുക്കാൻ ഉപയോഗിക്കുന്ന ചൂടിന്റെ ഉറവിടം സോഴ്സ് എന്ന് പറയുന്നത് ഉയർന്ന വേഗതയിലുള്ള ഇലക്ട്രോണുകളാൽ സൃഷ്ടിച്ച ഒരു കേന്ദ്രീകൃത കിരണമാണ്. കേന്ദ്രീകൃത ലോക്കലൈസ്ഡ് എന്താണ് ഈ ഇലക്ട്രോണുകൾ വലിയ വേഗത്തിൽ ഒരു എന്താ പറയുക ചാമ്പലിലൂടെ കുറഞ്ഞ മർദ്ദമുള്ള അന്തരീക്ഷത്തിലൂടെയോ ട്രാവൽ ചെയ്യുമ്പോൾ ജോയിന്റ് തലത്തിൽ തരംഗങ്ങൾ രൂപപ്പെടുകയും ചൂട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മെറ്റലിനെ ഒരുക്കുകയും ചെയ്യുന്നു. ഈ സാങ്കേതികത വളരെ നേർത്തതും കൃത്യമായിട്ടുള്ളതുമായ വെൽഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ആവശ്യമുള്ള ഭാഗത്ത് മാത്രമേ ചൂട് പ്രയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികത തന്മാത്രാ നിർവാഹം ആവശ്യമായ ഇടങ്ങൾ ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. മലയാളം ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കും.
ഓക്കെ, അടുത്ത രീതിയിലേക്ക് പോയാൽ 116 സ്പോട്ട് വെൽഡിംഗ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബിൽഡിംഗ്. എന്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വൈഫൈൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്പോട്ട് വെൽഡിംഗ് 116 ചോദ്യം, സ്പോട്ട് വെൽഡിംഗ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബിൽഡിംഗ്. കാർ ബോഡി, ട്രക്ക് ബോഡി, ഷിപ്പ് ബോഡി, ആൾ ഓഫ് ദീസ്. അപ്പം പ്രധാനമായിട്ടും എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കാർ ബോഡി, ട്രക്ക് ബോഡി, ഷിപ്പ് ബോഡി എല്ലായിടും യൂസ് ചെയ്യാം. സ്പോട്ട് വെൽഡിംഗ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ബിൽഡിംഗ് കാർ ബോഡി, ട്രക്ക് ബോഡി ആൻഡ് ഷിപ്പ് ബോഡി. സ്പോട്ട് വെൽഡിംഗ്, ദ പ്രോസസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഗിവൺ സോ ഫോർ ഇസ് കാൾഡ് റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ് ഓർ സിംപ്ലി സ്പോട്ട് വെൽഡിംഗ്. അപ്പോൾ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നതിൻ്റെ എന്താണ്? റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ് അല്ലെങ്കിൽ സിംപ്ലി സ്പോട്ട് വെൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ദിസ് ഈസ് എസെൻഷ്യലി ഡൺ ജോയിൻ ടു ഷീറ്റ് മെറ്റൽ ജോബ്സ് ഇൻ ലാബ് ജോയിൻറ്റ് ഫോമിംഗ് എ സ്മാൾ നഗറ്റ് അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് ദ ടു പ്ലേറ്റ്. സ്പോട്ട് വെൽഡിംഗ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിംഗ് ഒരു സാധാരണ ഉപയോഗിക്കുന്ന വെൽഡിംഗ് പ്രക്രിയയാണ്. ഈ പ്രക്രിയ രണ്ട് ഷീറ്റ് മെറ്റൽ ജോലികൾ ലാപ്പ് ജോയിൻറ്റിൽ ചേർക്കാനാണ് ഉപയോഗിക്കുന്നത്. രണ്ട് പ്ലേറ്റുകളുടെ ഇൻ്റർഫേസ് ഭാഗത്ത് ചെറിയൊരു നഗറ്റ് അഥവാ വെൽഡിംഗ് പോയിന്റ് രൂപപ്പെടുത്തുന്ന വിധത്തിലാണ് വെൽഡിംഗ് നടത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 117 എന്ന് പറയുമ്പോഴത്തേക്കും റൊട്ടേറ്റിംഗ് വീൽസ് ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ് ഇൻ ദിസ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അതെ, സീം വെൽഡിംഗ് ആണ്. റൊട്ടേറ്റിംഗ് വീൽസ് ആർ യൂസ്ഡ് ഇലക്ട്രോഡ് ഇൻ സീം റെസിസ്റ്റൻസ് വെൽഡിംഗ്. സീം റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്താണ്? ഇൻ സീം റെസിസ്റ്റൻസ് വെൽഡിംഗ് വെൽഡ് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് ഷീറ്റ് ഓഫ് മെറ്റൽ. ദ സീം ഈസ് സീരീസ് ഓഫ് ഓവർലാപ്പിംഗ് സ്പോട്ട് വെൽഡ്. അതായത് റെസിസ്റ്റൻസ് വെൽഡിംഗിൽ ലോഹത്തിന്റെ ഓവർലാപ്പിംഗ് ഷീറ്റുകൾക്കിടയിൽ വെൽഡ് നിർമ്മിക്കുന്നു. സീം ഓവർലാപ്പിംഗ് സ്പോട്ട് വെൽഡുകളുടെ ഒരു പരമ്പര തന്നെയാണ്. The basic equipment is the same as for spot welding except that the electrodes are now form of rotating axis. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോഡ്സുകൾക്ക് ഇങ്ങനെ ഒഴിച്ച് നിർത്തിയിട്ട് റൊട്ടേറ്റിംഗ് ആക്സ് ഫോം ചെയ്യുന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇത് ഏകദേശം എന്താണ് എക്യുപ്മെൻറ്റ്സ് ബാക്കിയെല്ലാം സ്പോട്ട് വെൽഡിങ്ങിന് സമാനമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118 ദ വെൽഡിംഗ് ഡിഫക്റ്റ് വിച്ച് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് വിഷ്വലി വിഷ്വലി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്? പുറത്തുനിന്ന് നോക്കുന്ന ആ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് ഇല്ലേ, നമുക്കുള്ളൊരു സിലബസ് തന്നെയാണ് ഇൻസ്പെക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾ ഓഫ് ദീസ് അണ്ടർ കട്ടിങ്ങും പൊറോസിറ്റി സ്പാറ്റിസ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദ വെൽഡിംഗ് ഡിഫക്റ്റ് വിച്ച് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് വിഷ്വലി ആർ അണ്ടർ കട്ടിങ്, പൊറോസിറ്റി ആൻഡ് സ്പാറ്റേഴ്സ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ 119 ദ പ്രോസസ് ഈസ് ഡൺ ഓൺ സർഫസ് സബ്ജക്റ്റഡ് ടു വിയർ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നതാണ്? എ ഹാർഡ് ഫേസിങ് ഇസ് പ്രോസസ് ഈസ് ഡൺ ഓൺ സർഫസ് സബ്ജക്റ്റഡ് ടു വിയർ. ഹാർഡ് ഫേസിങ് എന്താണ്? ഈസ് എ മെറ്റൽ വർക്കിംഗ് പ്രോസസ് വെയർ ഹാർഡർ ഓർ ടഫർ മെറ്റീരിയൽ ഈസ് അപ്ലൈഡ് ടു എ ബേസ് മെറ്റൽ. അപ്പോൾ ഒരു ബേസ് മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു? ഹാർഡർ ഓർ ടഫർ മെറ്റീരിയൽ വർക്കിംഗ് എന്താണ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെറ്റൽ വർക്കിംഗ് പ്രോസസ്സാണ് ഹാർഡ് ഫേസിംഗ് എന്ന് പറയുന്നത്. മെറ്റലൈസേഷൻ ഈസ് ദ ജനറൽ നെയിം ഫോർ ദ ടെക്നിക് ഓഫ് കോട്ടിംഗ് മെറ്റൽ ഓൺ ദ സർഫസ് ഓഫ് ഒബ്ജക്റ്റ്. മെറ്റാലിക് കോട്ടിംഗ് മേ ബി ഡീക്കറേറ്റീവ്, പ്രൊട്ടക്റ്റീവ് ഓർ ഫങ്ഷണൽ എന്നുള്ളതാണ്. അടുത്ത 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 120ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് യൂസ്ഡ് ഇൻ പൗഡർ കോട്ടിംഗ് പ്രോസസ് ഈസ്. ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് യൂസ്ഡ് പൗഡർ കോട്ടിംഗ് പ്രോസസ് ഈസ്. ആൻസർ എന്ന് പറയുന്ന സ്റ്റാറ്റിക് സ്പ്രേയിങ് ആർ യൂഷ്വലി ഇൻ ദ റേഞ്ച് 30 to 50 മൈക്രോൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറും 10 ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക? ഇതുകൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.